ഹായ് ഓൾ, റെയിൻബോ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ തമ്പനയിൽ കണ്ട പോലെ തന്നെ മനസ്സിൻ്റെ ആരോഗ്യം പൂർണ്ണമായും ലഭിക്കാനായി എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? ഇന്ന് അതാണ് വീഡിയോ. ആരോഗ്യമെന്ന് കേൾക്കുമ്പോൾ ആദ്യം വരുന്നത് നമ്മുടെ മനസ്സിൽ ശാരീരിക ആരോഗ്യത്തെക്കുറിച്ചാണ്, അല്ലേ? ശാരീരിക ആരോഗ്യം എത്രത്തോളം പ്രാധാന്യമുണ്ടോ അത്രത്തോളം പ്രാധാന്യമുള്ളതാണ് മനസ്സിൻ്റെ ആരോഗ്യവും. ശരീരത്തിനും മനസ്സിനും ഒരുപോലെ ആരോഗ്യമുള്ളവരെയാണ് പ്രോപ്പർ ഹെൽത്ത് ഉണ്ട് എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് മാനസിക ആരോഗ്യം എന്നാണ്. ശരിക്കും പറഞ്ഞാൽ ജീവിതത്തിൽ ഉണ്ടാകുന്ന വിഷാദം, അതുപോലെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾ, ഉത്കണ്ഠകൾ ഹാൻഡിൽ ചെയ്യാനൊന്നും കഴിയാതെ എന്ത് ചെയ്യണം എന്നൊരു പ്രശ്നം വരുമ്പോൾ എന്ത് ചെയ്യണമെന്ന് വിചാരിക്കുന്ന ഒരുപാട് പേരുണ്ടല്ലേ. അങ്ങനെ വരുന്ന പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ അവർക്ക് മാനസിക ആരോഗ്യം കുറവാണെന്ന് പറയാം. ഇത് ശരിക്കും 3 ഘട്ടങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. അതെന്താണെന്ന് നോക്കിയാലോ. ഒന്നാമത്തെ ഘട്ടമാണ് ഉറക്കം. എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും നമുക്ക് നല്ലപോലെ ഉറങ്ങാൻ പറ്റുന്നുണ്ടെങ്കിൽ അതൊരു വളരെ വലിയൊരു കാര്യമാണ്, അല്ലേ? ചില ആൾക്കാരുണ്ട്, ചെറിയ പ്രശ്നം വരുമ്പോഴേക്കും അവർക്ക് ഉറക്കം പോലും നഷ്ടപ്പെട്ട് ഇങ്ങനെ നടക്കുന്നവരുണ്ട്, അല്ലേ? അതുപോലെ രണ്ടാമത്തെ കാര്യമാണ് പ്രോപ്പറായിട്ട് ഫുഡ് കഴിക്കുന്നത്. ചിലർ ടെൻഷൻ വരുവാണെങ്കിൽ മര്യാദയ്ക്ക് ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റാതെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇങ്ങനെ സ്റ്റക്കായി നിൽക്കുന്ന അവസ്ഥകളുണ്ട്. മൂന്നാമത്തെ കാര്യമാണ് എല്ലാവരോടും നല്ലപോലെ സംസാരിക്കാൻ പറ്റുന്നത്. ഇങ്ങനെ പ്രശ്നങ്ങൾ വരുമ്പോൾ ചില ആൾക്കാരുണ്ട് ഇങ്ങനെ വിഷാദത്തോടെ മാറി നിൽക്കും, സംസാരിക്കുകയൊന്നും ചെയ്യാതെ കുറച്ച് മാറി മൂകതയോടെ നിൽക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം ഈ 3 ഘട്ടങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്ന ആൾക്കാരായിരിക്കാം. പക്ഷേ ഈ 3 ഘട്ടങ്ങളിലും നമ്മൾ പ്രോപ്പറായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് എങ്കിൽ മാനസിക ആരോഗ്യം നമുക്ക് നിലനിർത്താൻ വേണ്ടി പറ്റും. അപ്പം നമുക്ക് ഇങ്ങനത്തെ എന്തെങ്കിലും വിഷാദ പ്രശ്നങ്ങളോ സങ്കടങ്ങളോ വിഷമങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ നമ്മളോട് തന്നെ ഒന്ന് പറയണം, അങ്ങനെ ഇരുന്നാൽ പോരാ, കുറച്ചുകൂടെ ഒന്ന് ഇമ്പ്രൂവ് ആകാനുണ്ട്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചിന്തിച്ചുകൊണ്ടിരുന്നാൽ പോരാ, അങ്ങനെയൊക്കെ പറയണം. അപ്പോൾ ഇത് എങ്ങനെയാണ് നേടാൻ, എന്തൊക്കെ ചെയ്താലാണ് നമുക്കിതൊന്ന് മാനസികാരോഗ്യം നമുക്കൊന്ന് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്നത്? അത് നോക്കിയാലോ. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ പ്രിയപ്പെട്ടവരുടെ കൂടെ സമയം ചെലവഴിക്കുക എന്നുള്ളത്. ഇപ്പം വീട്ടിലുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ, വീട്ടമ്മമാരോ അങ്ങനെയൊക്കെയുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ നമ്മുടെ മക്കളുടെ കൂടെ കുറച്ച് സമയം ഇരിക്കാം, ഹസ്ബൻഡിൻ്റെ കൂടെ കുറച്ച് സമയം ഇരിക്കാം, വീട്ടിലുള്ള ആൾക്കാരുടെ കൂട്ടത്തിൽ കുറച്ച് സമയം ഇരിക്കാം, സംസാരിക്കാം. ഓപ്പണായിട്ട് സംസാരിച്ച് കഴിയുമ്പോൾ തന്നെ നമുക്ക് കുറച്ച് റിലീഫ് ഉണ്ടാവും. പിന്നെ പുറത്തെവിടെയൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഒന്നെങ്കിൽ അവർക്ക് വീട്ടിലേക്ക് വീഡിയോ കോൾ വിളിക്കുവോ അല്ലാണ്ട് ഫോൺ വഴി ബന്ധപ്പെടുകയൊക്കെ ചെയ്യുവാണെങ്കിൽ കുറേയൊക്കെ അവരുടെ പ്രശ്നങ്ങൾ മാറി നിൽക്കും. രണ്ടാമത്തെ ഒരു കാര്യമാണ് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം ചെയ്യുക. ചില ആൾക്കാരുണ്ട്, ചിലപ്പോൾ പാട്ട് പാടാനായിരിക്കും ഇഷ്ടം, ചിലപ്പം ഏതെങ്കിലുമൊക്കെ ബീച്ചിൽ പോകാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവും, അതുപോലെ തന്നെ ഗാർഡനിങ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവും, ചിലപ്പോൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവും. എന്തും ആയിക്കോട്ടെ, നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം നമ്മൾ ചെയ്യുക. അതായത് നമ്മുടെ മൈൻഡ് ഒന്ന് ഡൈവേർട്ട് ചെയ്ത് വെക്കുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ. മൂന്നാമത്തെ ഒരു കാര്യമാണ് പ്രകൃതിയുടെ സൗന്ദര്യം ആസ്വദിക്കാം. അതിൽ വേണമെങ്കിൽ നമുക്ക് ഇപ്പം ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒന്ന് കടൽ കാണാൻ പോവോ, നമുക്ക് ചെടി ഒക്കെ ഉണ്ടെങ്കിൽ ഗാർഡനൊക്കെ ഉണ്ടെങ്കിൽ അതിനെ ഒന്ന് സംരക്ഷിക്കുവോ, പിന്നെ പുറത്തേക്ക് ഇറങ്ങി നല്ല വായു നമുക്കൊന്ന് ഡീപ്പ് ബ്രീത്ത് ചെയ്യുവോ, അങ്ങനെയൊക്കെ ചെയ്യാം. ഇതൊക്കെ നമ്മൾ ഒരുപാട് സ്ട്രെസ്സിൽ നിന്നും സ്ട്രെയിനിൽ നിന്നൊക്കെ മാറ്റി നിർത്തും കേട്ടോ. പിന്നെ ഒരു പോയിൻ്റാണ് വ്യായാമം. ഞാൻ എൻ്റെ വീഡിയോയിൽ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് വ്യായാമത്തിന്, എക്സസൈസിന് എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ഉണ്ട് എന്ന്. ഒരു ദിവസം ഒരു 20 to 30 മിനിറ്റ്സ് നമ്മൾ എക്സസൈസ് ചെയ്തിരിക്കണം. എക്സസൈസ് ചെയ്യുന്നത് നമ്മുടെ ഫിസിക്കലായിട്ട് അല്ലെങ്കിൽ ശാരീരികമായിട്ട് നമ്മൾ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി മാത്രമല്ല കേട്ടോ. നമ്മൾ എക്സസൈസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിലൊരു ഹോർമോൺ ഉണ്ടാവും, സെറിട്ടോണിൻ എന്നൊരു ഹോർമോൺ നമുക്കുണ്ടാവും. അതുകൊണ്ടുള്ളൊരു ഉപകാരം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ വിഷാദത്തെ കുറയ്ക്കും. ഡെയിലി എക്സസൈസ് ചെയ്യുന്നവരാണെങ്കിൽ കുറച്ചുകൂടെ ഹാപ്പി ആയിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റും. അടുത്തൊരു പോയിൻ്റാണ് ഉറക്കം. ഉറക്കം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശാരീരിക ആരോഗ്യത്തിനും മാനസിക ആരോഗ്യത്തിനും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഉറക്കം. ഉറങ്ങുന്നതിന് മുന്നേ നമുക്ക് നല്ലൊരു ഉറക്കം കിട്ടണമെങ്കിൽ ഉറങ്ങുന്നതിന് മുന്നേ നമ്മൾ ചെറിയൊരു ചൂടുവെള്ളത്തിൽ ഒന്ന് കുളിക്കുക. അതുപോലെ തന്നെ ഈ ചായ കാപ്പി പോലുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാം. പിന്നെ നമ്മൾ മനഃപൂർവ്വം ഒന്ന് ചിന്തിക്കണം. നമുക്ക് ടെൻഷൻ ഉള്ള കാര്യങ്ങൾ ആ ഉറങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ ഉറങ്ങാൻ കിടക്കുന്നതിന് സമയത്ത് നമ്മൾ ചിന്തിക്കാനേ പാടില്ല. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചിന്തിച്ചിട്ട് വേണം ഉറങ്ങാൻ കിടക്കാൻ. അതുപോലെ തന്നെ
നമ്മൾ ചെയ്യേണ്ട വേറൊരു കാര്യമാണ് 1 മണിക്കൂർ മുന്നെയെങ്കിലും ഫോൺ ഒന്ന് ഓഫ് ചെയ്ത് വെക്കാം. ഓക്കെ, ഇതൊക്കെ ഉറക്കത്തെ നല്ല രീതിയിലുള്ള ഉറക്കം കിട്ടാനൊക്കെ ആയിട്ട് സഹായിക്കും കേട്ടോ. നെക്സ്റ്റ് പോയിൻ്റാണ് ധ്യാനം അല്ലെങ്കിൽ മെഡിറ്റേഷൻ. ഇതിന് നമുക്ക് ബ്രീത്തിങ് എക്സസൈസ് ഒക്കെ ആയിട്ട് ചെയ്യുകയോ അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ. ഒരു ധ്യാനം പോലെ ഒരു 15 മിനിറ്റ് ഒരു 10 മിനിറ്റൊക്കെ സൈലൻ്റ് ആയിട്ട് നമ്മൾ ഇരിക്കുവാണെങ്കിൽ നമ്മുടെ കോൺസെൻട്രേഷനൊക്കെ കൂടും. ഒരുപാട് സ്ട്രെയിനിലേക്കും പോകാതിരിക്കും. സ്ട്രെസ്സും സ്ട്രെയിനും കുറയ്ക്കാൻ സഹായിക്കും. അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണേ. അതുപോലെ തന്നെ അടുത്തതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ഫുഡ്. നമ്മൾ ഏത് തരത്തിലുള്ള ഭക്ഷണമാണ് കഴിക്കേണ്ടത്? ആക്ച്വലി മെയിനായിട്ട് നമ്മൾ പ്രോട്ടീൻ അടങ്ങിയ ആഹാരമാണ് കഴിക്കേണ്ടത്. അതുപോലെ തന്നെ ധാരാളം വെള്ളം കുടിക്കുക എന്നതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അടുത്ത പോയിൻ്റാണ് ഫാറ്റ് അടങ്ങിയത് പരമാവധി കുറയ്ക്കുക. അത് ചിലപ്പം വേറെ അസുഖങ്ങളിലേക്കൊക്കെ എത്തിക്കും. അതുകൊണ്ട് ഫാറ്റ് അടങ്ങിയ ഭക്ഷണം വളരെ കുറച്ചേ കഴിക്കാൻ പാടുള്ളൂ. നെക്സ്റ്റ്, പച്ചക്കറിയും ഫ്രൂട്ട്സും നമ്മുടെ നിത്യജീവിതത്തിൽ ഉൾപ്പെടുത്തേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പല ആൾക്കാരും ഇന്ന് ചെയ്യുന്നുണ്ടാവും, ചില ആൾക്കാരൊന്നും ചെയ്യാത്ത കാര്യമാണ്. ആക്ച്വലി ഫ്രൂട്ട്സും വെജിറ്റബിൾസും നമ്മൾ ധാരാളം കഴിക്കുന്നത് കൊണ്ട് നമ്മുടെ ശാരീരിക ആരോഗ്യത്തെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്ത് നിർത്താം. ശാരീരിക ആരോഗ്യം ഇമ്പ്രൂവ് ചെയ്തായി നിൽക്കുവാണെങ്കിൽ തന്നെ മനസ്സും അതുപോലെ തന്നെ നമുക്ക് കൺട്രോളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി സാധിക്കും. ഇനിയുള്ളത് ലാസ്റ്റ് പോയിൻ്റാണ്. ലാസ്റ്റ് പോയിൻ്റ് ആണെങ്കിലും അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. ആക്ച്വലി മനസ്സിൻ്റെ ആരോഗ്യമൊക്കെ നിയന്ത്രിച്ച് നിർത്താൻ വേണ്ടിയിട്ട് വേറെ എന്തെങ്കിലും ഒരു സാധനത്തെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യാൻ വേണ്ടി പാടില്ല. ഫോർ എക്സാമ്പിളായിട്ട് ആൽക്കഹോള്, സ്മോക്കിംഗ്, അതുപോലെ ഓർഗാനിക് പ്രൊഡക്ട്സുകൾ, കഞ്ചാവ് പോലത്തെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊന്നും ഉപയോഗിക്കാൻ പാടില്ല കേട്ടോ. വൺസ് നമ്മൾ നമ്മുടെ ഒരു മാനസിക ആരോഗ്യം നിയന്ത്രിക്കാൻ വേണ്ടി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുവാണെങ്കിൽ പിന്നെ ഈ ഒരു കാര്യം ഇല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വരും. നമ്മളിത് ഉപയോഗിച്ച് കഴിയുമ്പം ആ ഒരു സമയത്ത് ചിലപ്പം നമുക്കൊരു മാറ്റം പോലെയൊക്കെ നമുക്ക് തോന്നാം. അത് വെറും തോന്നൽ മാത്രമാണ് കേട്ടോ. പിന്നെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇത് ഉപയോഗിച്ചില്ലെങ്കിൽ നമുക്ക് നമ്മളെ തന്നെ നിയന്ത്രിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വരും. അപ്പോൾ ദയവ് ചെയ്ത് ആരും ഇങ്ങനെയുള്ള സാധനങ്ങൾ ഉപയോഗിക്കരുത്. ഇത് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നോർമലായിട്ടുള്ള ആരോഗ്യം പോലും നമുക്ക് കയ്യിൽ പിടിച്ചാൽ നിൽക്കാത്ത ഒരവസ്ഥയിലേക്ക് വരും കേട്ടോ. അതുകൊണ്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ ആരും ചെയ്യരുത്. ഈ വീഡിയോ കാണുന്ന നിങ്ങളിൽ ആരെങ്കിലും ഇതുപോലെയുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഫോളോ ചെയ്യണം. അതിനുശേഷം നിങ്ങൾക്ക് ഒരു മാറ്റം കാണാം. ഇനി അഥവാ നിങ്ങൾക്ക് ഒന്നും മാറാൻ പറ്റുന്നില്ല, ഇനി സ്റ്റിൽ നിങ്ങൾ ആ ഒരു അവസ്ഥയിൽ കൂടെ തന്നെയാണ് കടന്നു പോകുന്നതെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടൊരു ഡോക്ടറെ കാണിക്കണം. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, നമുക്ക് ശരീരത്തിന് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ, എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നാൽ നമ്മൾ പെട്ടെന്ന് തന്നെ ഡോക്ടറെ പോയി കാണും അല്ലേ. ഡോക്ടർ മരുന്ന് തരും, നമ്മളത് കഴിക്കുകയും ചെയ്യും. എന്നാൽ മാനസികമായിട്ട് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്നല്ല, ഇപ്പം ഞാനാണെങ്കിൽ പോലും ആരും ഡോക്ടറെ പോയി കാണാനായിട്ട് കൂട്ടാക്കുന്നില്ല. അത് നിങ്ങൾക്കതിൻ്റെ ഇമ്പോർട്ടൻസ് അറിയാത്തത് കൊണ്ടാണ്. അപ്പം നല്ല രീതിയിൽ ഒരു ഹെൽത്തി ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ മാനസിക ആരോഗ്യവും ശാരീരിക ആരോഗ്യവും ഒരുപോലെ നമുക്ക് വേണം അല്ലേ. അതുകൊണ്ട് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ നേരിടുന്ന ആൾക്കാർ നിങ്ങൾ ഉറപ്പായിട്ടും ഡോക്ടറെ പോയി കണ്ട് നല്ലൊരു ട്രീറ്റ്മെൻറ്റ് എടുക്കണം. അതിനുശേഷം നല്ലൊരു ലൈഫ് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണേ. ഓക്കെ, താങ്ക് യു ഓൾ.